നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാർട്ടിനോ? മാർട്ടിൻ പക്ഷെ ഇത്ര കാലത്തിന് ശേഷം അത് അവൻ്റെ ഒരു പ്രത്യേകത ആശാനെ. പാമ്പിൻ്റെ പക ഉള്ളി വെച്ചുകൊണ്ടിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും ആഞ്ഞ് കൊത്തുകയും ചെയ്യും. അതാ അവൻ്റെ ഒരു ചരിത്രം. എടാ അവന് പക എന്നോടല്ലേ? ഞങ്ങൾ തമ്മിലല്ലേ കണക്ക് തീർക്കണ്ടേ? ആശാനോട് മാത്രമല്ലല്ലോ, അവൻ ഏട്ടത്തേമയോടും പകയുണ്ടാവില്ലേ? രണ്ടുപേരെയും ഒരുപോലെ നോവിക്കാനായിരിക്കും അവൻ്റെ ലക്ഷ്യം. അതിനുള്ള അവസരം നോക്കി കാത്തിരുന്നതായിരിക്കും. ശരി, ആയിക്കോട്ടെ. എവിടെയാണ് അവരുടെ താവളം എന്ന് വല്ല ഊഹമുണ്ടോ നിനക്ക്? അവൻ അങ്ങനെ സ്ഥിരമായി താവളമൊന്നും ഇല്ല ആശാനെ. ഓരോ കുറ്റകൃത്യം ഓരോ സ്ഥലത്ത് വെച്ചാ. ഒരാഴ്ച മുമ്പേ ആഴിമലയിൽ അവനും അവന്റെ കൂട്ടാളികളും കൂടെ ഒരു ഗസ്റ്റ് ഹൗസ് എടുത്ത് താവളം ഉറപ്പിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും നീക്കം വാച്ച് ചെയ്യാനായിട്ടേ സാധ്യതയുള്ളൂ. മിക്കവാറും അവിടേക്ക് തന്നെ ആശാന ഇത്തവണയും നീക്കം. ശരി, നീ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആശാനെ, പിന്നെ വേറൊരു കാര്യം. എന്താടാ? മാർട്ടിന്റെ കൂട്ടത്തിലുള്ള ടീമേ മൊത്തം കഞ്ചാവാ. എന്തും ചെയ്യാൻ മടിക്കില്ല അവന്മാര്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ആശാനെ. നീ ഫോൺ വെക്കടാ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആളുടെ പേരെന്താന്നാ പറഞ്ഞത്? ശാരദ. ശാരദാമ്മയെ കിഡ്നാപ്പ് ചെയ്ത വണ്ടിയുടെ നമ്പർ പരാതിയിൽ എഴുതിയിട്ടുണ്ട് സർ. അതൊക്കെ വ്യാജ നമ്പരായിരിക്കും. പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കിഡ്നാപ്പ് അല്ലേ? അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഏതെങ്കിലും പെട്ടി ഓട്ടോയുടെയോ ബൈക്കിൻ്റെയോ ഒക്കെ നമ്പരായിരിക്കും. അതും ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുടെ. അപ്പോ ശാരദാമ്മയെ കണ്ടുപിടിക്കാൻ വഴിയൊന്നും ഇല്ലെന്നാണോ സാർ പറയുന്നത്? അങ്ങനെയല്ല. കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലായിടത്തേക്കും മെസ്സേജ് പോയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും ഒക്കെ അലർട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. വണ്ടി നമ്പർ ഫേക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ മോഡലും കളറും ഒക്കെ ഫോക്കസ് ചെയ്താ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കാണാതായ ആളുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കിട്ടിയതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാണ്. ആ ഫോട്ടോ ആര് തന്നാ പറഞ്ഞത്? കാണാതായ ശാരദാമ്മയുടെ മകളാണ് സർ, ശാലിനി. ഇപ്പൊ ഇത്തിരി മിസ്സിംഗ് കേസുകൾ പതിവാ. നമ്മുടെ DYSP സാർ തന്നെ ഇതുപോലൊരു മിസ്സിംഗ് കേസ് നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു രാധയുടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.